ഗൈസ്, കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ കോളേജിൽ പോവാണ്. ഇന്ന് ഞങ്ങൾക്ക് എക്സാം ഉണ്ട്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഒരറ്റത്ത് മീനു പാട്ട് കേൾക്കുന്നു, ഒരറ്റത്ത് നമ്മുടെ ബിനി ഫോണും ചെയ്യുന്നു. പരീക്ഷയാണെന്ന് ആർക്കും ഒരു വിചാരമില്ല ഗൈസ്. അങ്ങനെ മീനിന് വിശക്കെന്നും പറഞ്ഞ് ബേക്കറി പോയി ഏതാണ്ടൊക്കെ മേടിച്ച് അവൾ ഇറങ്ങി. പിന്നെ പരീക്ഷയ്ക്ക് പേന മേടിക്കാൻ ഞാനും അനുശേഷിയും കടയിൽ പോയി ഇതേ പേനയൊക്കെ മേടിച്ച് ഞങ്ങൾ നാലുപേരും കൂടെ തിരിച്ച് നടന്നപ്പോൾ ദാ അവിടെ നിൽക്കും നമ്മുടെ വിസ്മയ. പിന്നെ വിസ്മയുടെ അഭിപ്രായം, കുട്ടിയുടെ അഭിപ്രായം എങ്ങനെ? അപ്പോൾ മീനിൻ്റെ മുറിവിനെ കുറിച്ചായി പിന്നെ ചർച്ച. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ കോളേജിലേക്ക്. ഇതാണ് DB കോളേജ്, ഞങ്ങളുടെ കോളേജ്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ക്ലാസ്സിലേക്കാണ്. അവിടെ എല്ലാവരും കാണലോ എന്ന് കരുതി ഞങ്ങൾ നേരെ ക്ലാസ്സിൽ പോയപ്പോൾ ഈ സ്റ്റെപ്പിൻ്റെ അവിടെ അവന്മാരെല്ലാം ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അവന്മാരെ എല്ലാം കണ്ട് അവിടെ നിന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ആര്യ അഞ്ജനെ ഇറങ്ങി വരുന്നു. പിന്നെ അവരെല്ലാവരും കൂടെ പരീക്ഷ നടക്കുന്നിടത്തോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഹാളൊന്നും കിട്ടിയില്ല. പിന്നെ എല്ലാവരും അതിൻ്റെ വെളിയിലിരുന്ന് ഒടുക്കത്തെ പഠിത്തം. ഞാൻ മാത്രം വീഡിയോ എടുക്കുന്നു. പിന്നെ കുറച്ച് പേരുടെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് എൻ്റെ നിന്ന് ഫോണും മേടിച്ച് ഇവന്മാരെല്ലാം വീഡിയോ എടുത്തുകൊണ്ട് വന്നതാണ് നമ്മുടെ ആകർഷ്. പിന്നെ എൻ്റെ ഫോൺ തന്ന് അവൻ ഹാളിലേക്ക് പോയി. ഞങ്ങൾക്ക് മാത്രം ഹാള് കിട്ടിയില്ല. അങ്ങനെ നോക്കിയപ്പോൾ ഹർഷ ഹാളിൽ ഇരുന്ന് പഠിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഹാളൊക്കെ കിട്ടി. പരീക്ഷയ്ക്ക് എഴുതി നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. താറി നടന്നതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആദ്യത്തെ ബസ് മിസ്സായി. അങ്ങനെ രണ്ടാമത്തെ ബസ് വരുന്ന ഓടി വന്ന വിസ്മയ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി അവിടെ ചെന്ന് നിന്നപ്പോൾ സീറ്റും ഇല്ല. പിന്നെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ സ്റ്റാൻഡ് എത്തുമ്പോൾ സീറ്റ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ സ്റ്റാൻഡ് എത്തിക്കഴിഞ്ഞപ്പോഴും അതിലും തിരക്കാറ്, സീറ്റ് കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ അങ്ങനെ തന്നെ നിന്ന് അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളെല്ലാം ഞങ്ങളുടെ വീട്ടിലേക്ക്. ബൈ.